നമസ്കാരം, എൻ്റെ പേര് ഷൈജു. എല്ലാവർക്കും CCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മുടെ വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. പരീക്ഷ 100 മാർക്കിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം ഓരോ ദിവസങ്ങൾ നീക്കുവാനും. പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. സോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നതും വരെ വെയിറ്റ് ചെയ്യരുത്. പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കുള്ളിൽ പരീക്ഷ നടക്കും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ദിവസങ്ങളെല്ലാം ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് മാത്സിനകത്തുനിന്ന് നേരത്തെ 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് 10 ചോദ്യങ്ങളായിട്ട് മാറി. ഓരോ ചോദ്യങ്ങൾക്ക് ഓരോ മാർക്കാണ്. അപ്പൊ ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താം. മാത്സിന്റെ പുതിയ നമ്മുടെ സിലബസിനകത്തു നിന്നുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും ടച്ച് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന 10 ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതുന്ന ഒരു ഫീൽ ഉണ്ടാവും. മാത്സിനകത്തെ 10 ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ വീഡിയോ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്തു നോക്കുക. അവസാനം ഞാൻ ആൻസറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ശരിയാണെങ്കിൽ ശരിയിട്ട് പോവുക. ഈ 10 ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. 10ൽ 9 ആണ്, അല്ലെങ്കിൽ 10ൽ 8, 10ൽ 5 ആണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. ഓരോരുത്തരും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യണം എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഇഫ് എ പേഴ്സൺ ബൈസ് ആൻ ഐറ്റം ഫോർ ₹800 and sells it for ₹900, what is the profit percentage എന്നാണ് ചോദ്യം. ഒരാള് 800 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 900 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. മക്കളെ, 800 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 900 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാല് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാല് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില. അപ്പോ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക. 800 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 900 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാല് 100 രൂപയല്ലേ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 100 രൂപ എന്ന് എഴുതിയാൽ മതിയായിരുന്നല്ലോ. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില 800 ആണ്. അതായത് ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും പോയി, മേളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും പോയി. 100ഉം 8ഉം കൂടെ 2 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 വരും. 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 25ന്റെ പകുതി എടുക്കുക. 25ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.5 ആണ്. ഉത്തരം 12.5% എന്ന് വരും അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ദാ പിടിച്ചു. വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ₹8000 അറ്റ് 8% പെർ ആനം. അതായത് 8000 രൂപയ്ക്ക് 8% എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ പെർ ആനം ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എടാ മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to PNR by 100 അല്ലേ? I is equal to PNR by 100 ആണെന്ന് എല്ലാവർക്കും അറിയാം.
പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുക 8000 ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 8000 എന്ന് വരും. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ കാലയളവ്, അത് 1 വർഷമാണ്. എന്നിന്റെ വില 1 ആണെന്ന് മനസ്സിലാക്കുക. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, പലിശ നിരക്കാണ്. പലിശ നിരക്ക് 8 ആണെന്ന് അറിയാം. ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായി പോയി. 80നെ 8 കൊണ്ട് ഗുണിച്ച ആൻസറായി. 80നെ 8 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 8നെ 8 കൊണ്ട് ഗുണിച്ച് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 8നെ 8 കൊണ്ട് ഗുണിച്ചാൽ 8 8 64, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 640 വരും. ആൻസർ 640 എന്ന് വരും. ഉത്തരം 640 എന്ന് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to PNR/100. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് കൂടി നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. മൂന്നാമത്തെ ചോദ്യം. 3 men or 6 boys complete a piece of work in 20 days. Then how many days will 6 men and 8 boys take to complete the same piece of work? നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഓർ ആൻഡ് ടൈപ്പ് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് ഒരു ഓറും കാണും, ഇടയിലെ ഒരു ആൻഡും കാണും. അത്തരം ചോദ്യങ്ങളെ ഓർ ആൻഡ് ടൈപ്പ് എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാം. ദാ പിടിച്ചോ. 3 men or 6 boys, 6 പുരുഷന്മാരോ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. 20 എഴുതി വെച്ചു. കണ്ടോ, തന്നിരിക്കുന്ന ഡേറ്റ അതുപോലെ തന്നെ എഴുതിയതേ ഉള്ളൂ. 3, 6, 20. അടുത്തത് 6 പുരുഷന്മാരും 6 men and 8 boys. കണ്ടോ, ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. കണ്ടോടാ, തന്നിരിക്കുന്ന ഡേറ്റ അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇവിടെ ഒരു ഓർ ഉണ്ട്, ഇവിടെ ഒരു ആൻഡ് ഉണ്ട്. സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്നുമില്ല, ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ആദ്യ റോയിലെ എല്ലാ നമ്പറും ഗുണിക്കുക. ഓർ ആൻഡ് ടൈപ്പ് വന്നാൽ അങ്ങനെ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പറും ഗുണിക്കുക. അതായത് 3 × 6 × 20 ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിക്കുക, സെൻട്രൽ പ്ലസ് ചിഹ്നം കൊടുക്കുക. പറഞ്ഞേ, ക്രോസ് ആയിട്ട് ഗുണിക്കുക, സെൻട്രൽ പ്ലസ് ചിഹ്നം കൊടുക്കുക. 3ഉം 8ഉം കൂടെ ഗുണിച്ചാൽ 24, 6ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 36. 24ഉം 36ഉം കൂടെ കൂട്ടണം. എടാ, 24ഉം 36ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 60 എന്ന് വരും അല്ലേ? 8 × 3 24, 6 × 6 36, 36ഉം 24ഉം കൂടെ കൂട്ടിയാൽ 60. ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പറും ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുക. എടാ കുഞ്ഞുങ്ങളെ, 20ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 60 അല്ലേ? ആ 60ഉം ഈ 60ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കട്ട് ചെയ്യാം. ബാക്കി മിച്ചം എന്തോ ഉണ്ട്? 6. അപ്പൊ ഉത്തരം എത്ര? 6 ദിവസം എന്ന് എഴുതി അവസാനിപ്പിക്കണം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് CSEB പരീക്ഷകളിലെ ഓർ ആൻഡ് ടൈപ്പ് ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സോ ഓർ ആൻഡ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഏറ്റവും സിമ്പിൾ മാർഗമാണ് നമ്മൾ ക്ലാസ്സിലെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ദാ പിടിച്ചോ, 4ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ഈസ് ട്രാവലിംഗ് ഫ്രം എ നോക്കിക്കോണേ. എ മാൻ ഈസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി വിത്ത് എ സ്പീഡ് ഓഫ് 30 km/h. അതായത് എന്ന് ബിയിലോട്ട് 30 km/h സ്പീഡിൽ സഞ്ചരിച്ചു. അങ്ങോട്ട് 30 km/h സഞ്ചരിച്ചു. ആൻഡ് റിട്ടേൺസ് ബാക്ക്, ഇങ്ങോട്ട് തിരിച്ച് വിത്ത് എ സ്പീഡ് ഓഫ് 20 km/h, തിരിച്ച് 20 km/h സ്പീഡിൽ സഞ്ചരിച്ചു. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് എന്നാണ് ചോദ്യം. ശരാശരി വേഗത എത്ര എന്ന് മലയാളത്തിൽ ചോദിക്കും. ഇംഗ്ലീഷിലെ
വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് എന്നാണ് ചോദ്യം. ശരാശരി വേഗത എത്ര അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര എന്നാ ചോദ്യം. നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങോട്ടൊരു സ്പീഡിൽ പോയി ഇങ്ങോട്ടൊരു സ്പീഡിൽ വന്നു, അതായത് സഞ്ചരിച്ച ദൂരം തുല്യമാണ്. എടാ കുഞ്ഞുങ്ങളെ, സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും രണ്ട് സ്പീഡും തന്നു കഴിഞ്ഞാല് സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും രണ്ട് സ്പീഡും തന്നു കഴിഞ്ഞാല് ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y അല്ലേ ആണ്. സഞ്ചരിച്ച ദൂരം തുല്യം, എ ടു ബി ബി ടു എ, സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും രണ്ട് സ്പീഡും കിട്ടിയാൽ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ്. എക്സും വൈയും സ്പീഡുകളാണ്. അവിടെ 2 ഇൻറ്റു എക്സിന്റെ വില 30, വൈയുടെ വില 20, 20, 20, 20, എക്സും വൈയും കൂടെ കൂട്ടിയാൽ 30ഉം 20ഉം കൂടെ കൂട്ടിയാൽ 50, 50, 50. താഴെ കിടക്കുന്ന ഈ 0 മേളിൽ കിടക്കുന്ന ആ 0 കട്ടായി. 5ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 30. വേറൊന്നും വെട്ടാനില്ല. 2ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 12, 12ന്റെ കൂടെ ആ 2ഉം കൂടെ ഗുണിച്ചാല് 12 ഇൻറ്റു 2 24, ഉത്തരം 24. ആൻസർ 24 കിലോമീറ്റർ പെർ അവർ എന്ന് വരും ആൻസർ. മറന്നുപോലെ, സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കുകയും രണ്ട് സ്പീഡും കിട്ടിയാല് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആയിരുന്നു അവിടുത്തെ ഇക്വേഷൻ. മറന്നു പോകാൻ പാടില്ല. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണേ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്നുമില്ലടാ, 1992 ജനുവരി 13 മണ്ടയാണെങ്കിൽ 1992 ജൂലൈ 30 ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ കലണ്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ചെയ്യേണ്ട പരിപാടി, ഒരു ഡേറ്റ് തന്നിട്ട് മറ്റൊരു ഡേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാല് തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യണം, കണ്ടുപിടിക്കേണ്ട ദിവസം വരെ കൗണ്ട് ചെയ്യണം. എടാ, തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ അവിടെ മുതൽ ഇങ്ങോട്ട് കൗണ്ട് ചെയ്തിട്ട് ഏത് ദിവസമാണോ കണ്ടുപിടിക്കേണ്ടത് അവിടം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. സോ അങ്ങനെയാണെങ്കിൽ ജനുവരി 13 മണ്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷം. ജനുവരിയിലെ മൊത്തം എത്ര ദിവസം ഉണ്ട്? ജനുവരി മൊത്തം 31 ദിവസം ഇല്ലേ? അതില് ആദ്യത്തെ 13 ദിവസം നമുക്ക് വേണ്ട, തന്നിരിക്കുന്ന ദിവസം വരെ വേണ്ട. 31 13 കുറച്ചാൽ ബാക്കി 18 അല്ലേ? അപ്പൊ ജനുവരി 18 സെറ്റായോ? ജനുവരി മൊത്തം 31 ദിവസം ഉണ്ട്. അതിൽ ആദ്യത്തെ 13 ദിവസം വേണ്ട. 31 13 പോയാൽ ബാക്കി എത്ര? 18. ജനുവരി സെറ്റ്. പ്ലസ് ഫെബ്രുവരി 28 വരാം, 29 വരാം. സാധാരണ ഫെബ്രുവരിയിലെ 28 ദിവസങ്ങൾ വരാറുണ്ട്. ലീപ്പ് ഇയർ ആണെങ്കിൽ 29 വരാറുണ്ട്. നിങ്ങൾ 1992 ലീപ്പ് ഇയർ ആണോ അതോ സാധാരണ വർഷമാണോ നോക്കണം. ഇവിടെ 1992 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീപ്പ് ഇയർ അല്ലേ? കാരണം എങ്ങനെ മനസ്സിലായത്? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ വർഷം ലീപ്പ് ഇയർ ആണെന്നല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 1992 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ ആണ്. സോ ലീപ്പ് ഇയർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് 29 ദിവസങ്ങളാണ് ഫെബ്രുവരിയിൽ ഉള്ളത്. അതായത് ഫെബ്രുവരി 29, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂണ് 30, ജൂലൈയില് 31 ദിവസം ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 അപ്പോൾ തന്നിരിക്കുന്ന ദിവസത്തിന് ശേഷമുള്ള ദിവസം മുതല് കണ്ടുപിടിക്കേണ്ട ദിവസം വരെ എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം. എന്നിട്ട് 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കാം. അല്ലെങ്കിൽ ഓരോ സംഖ്യയെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എഴുതിപ്പോയാലും മതി. അതാണ് കുറച്ചും കൂടി എളുപ്പം. അതായത് 18നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 14, ശിഷ്ടം 4 വരും. 29നെ 7 കൊണ്ട് ഹരിച്ചാല് 7 4 28,
ശിഷ്ടം 1 വരും. 31 ആകുമ്പോൾ 3 ആണ്. 4 7 28 ശിഷ്ടം 3. 30 ആണെങ്കിലോ 2. 31 ആണെങ്കിൽ 3, 30 ആണെങ്കിൽ 2, 30 ആണെങ്കിൽ 2. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? അവിടെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി 7 കൊണ്ട് ഹരിക്കണം. അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ഒക്കെ വരുന്ന വെട്ടി കളഞ്ഞാൽ മതി. അതായത് 4 3 കൂടെ കൂട്ടി എത്ര? 7 അല്ലേ? അതങ്ങ് കളയുക. 7 വരുന്നതെല്ലാം നിങ്ങൾ അങ്ങ് കളയണം. 7 എന്ന് പറഞ്ഞാൽ 0, അതുകൊണ്ട് 7 എല്ലാം കളയുക. അടുത്തത് 2 2 4 4 3 7 അതും കളയുക. 7 വരുന്ന എല്ലാം അങ്ങ് കളയുക. 7 14 അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വെട്ടി കളയുക. ബാക്കി എന്നാ ഉണ്ട്? അവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ബാക്കി ബാലൻസ് കിട്ടിയ എത്ര? 3. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 18 29 35 എല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നിങ്ങൾക്ക് 3 കിട്ടും. എങ്ങനാണെങ്കിലും ഓക്കെയാണ്, 3 ആണ് വരുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ 3 കൂട്ടണം. എടാ മക്കളെ, തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ 3 കൂട്ടണമെന്ന്. തന്നിരിക്കുന്ന ദിവസം മൺഡേ അല്ലേ? മൺഡേയുടെ കൂടെ 3 കൂട്ടണം. മൺഡേ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ആൻസർ വ്യാഴം. തേഴ്സ്ഡേ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ ഈ ഒരു ഇതം കൂട്ടിയാൽ മതി. അപ്പോൾ തിങ്കളിന്റെ കൂടെ 3 കൂട്ടിയാല് വ്യാഴമാണ് നമ്മളുടെ ഉത്തരം. വ്യാഴം എന്ന് എഴുതി അവസാനിപ്പിക്കുക. അതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്തത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 10:30 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ 10-നകത്ത് ഒരു 6 എണ്ണം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. കാരണം അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഇതാ പിടിച്ചു. 10:30 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര, ആംഗിൾ എത്ര? ഇക്വേഷൻ എന്താണ്? ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m അല്ലേ? 30h - 11/2 m ആണ് ഇക്വേഷൻ. h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്. അപ്പോൾ 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ 10 ആണ്. 30h മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാല് മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. മിനിറ്റ് ഹാൻഡ് നമ്പർ 30 ആണ്. m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. m എന്ന് പറഞ്ഞാൽ 30 ആണ്. ഒന്നും കൂടെ 30h, h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ 10 ആണ്, മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ 30 ആണ്. ഇവിടെ മക്കളെ 2ഉം 30ഉം കൂടെ വെട്ടാം. 2ന്റെ 15ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 30? 2ന്റെ 15ാമത്തെ ഗുണിതമാണ് 30. 30ഉം 10ഉം കൂടെ ഗുണിച്ചാല് 300 വരും, മൈനസ് 11ഉം 15ഉം കൂടെ ഗുണിച്ചാല് 165 വരും. 300 165 കുറച്ചാല് ദേ പിടിച്ചോ ആൻസർ 135. സിമ്പിൾ, ഇത്ര ഉള്ളു പരിപാടി. അപ്പോൾ ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2 m ആണെന്ന് ഓർത്തിരിക്കണം. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത്, ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ ആവറേജ് ഏജ് 12 ആണെന്ന് പറയുന്നു. എടാ, ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ ആവറേജ് വയസ്സ്, ശരാശരി വയസ്സ് 12. When a teacher is admitted to the class, ടീച്ചർ കൂടി വരുമ്പോൾ ആളുകളുടെ എണ്ണം 12 എന്നുള്ളത് എത്ര ആയിട്ട് മാറി? 12 എന്നുള്ളത് 13 ആയിട്ട് മാറി. കണ്ടോ, ടീച്ചർ വരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ 12, ടീച്ചറും കൂടെ വരുമ്പോൾ അത് 13 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ the average increases by 1. ആവറേജ് 1 കൂടി, ശരാശരി 1 കൂടി. നേരത്തെ 12 ആയിരുന്നു, ഇപ്പോൾ അത് 13 ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ. 12 13 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 12 13 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ പോരേ. 12ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്. അതേപോലെ വലതുവശം നോക്കുക. 12 13 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ പോരെ.
12ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 13 കിട്ടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിങ്ങനെ ഒരു ഓർഡർ ആണ്, ഇങ്ങനെ കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. അത് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്റർ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുക. 12ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 12 കണ്ടോ, 12 1 കൂടെ ഗുണിച്ചാൽ 12. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുക. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുക. 13ഉം 1ഉം കൂടെ ഗുണിച്ചാല് +13 ആണ്. മറ്റേത് 12ഉം +1 കൂടെ ഗുണിച്ചാൽ +12 ആണ്. സംഖ്യയുടെ തുടക്കം നമ്മൾ പ്ലസ് എഴുതാറില്ല, അതുകൊണ്ടാണ് ഞാൻ 12 എന്ന് മാത്രം എഴുതിയത്. 13ഉം +1 കൂടെ ഗുണിച്ചാല് +13. 12ഉം 13ഉം കൂടെ കൂട്ടിയാൽ 25. അപ്പോൾ ടീച്ചറിന്റെ വയസ്സ് ദാ പിടിച്ചോ, ആൻസർ 25. പുതുതായിട്ട് വന്ന ആളിന്റെ വയസ്സ് എത്ര, അല്ലെങ്കിൽ പോയ ആളിന്റെ വയസ്സ് എത്ര എന്നൊക്കെ ചോദിച്ചാല് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുക. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് പുതുതായിട്ട് വരുന്ന ആളിന്റെ വയസ്സ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ടേ. ഇഫ് എ ചൈൽഡ് വാക്സ് 30 മീറ്റർ നോർത്ത്. ഒരു കുട്ടി, അപ്പൊ ഇത് ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് ഡയറക്ഷൻ വരയ്ക്കണം. ഇതാണ് ഇങ്ങനെ. നമുക്ക് മെയിൻ ആയിട്ട് 4 ഡയറക്ഷനാ: നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. 4 ഡയറക്ഷനാ. 45 ഡിഗ്രി തിരിഞ്ഞു, 135. 45ന്റെ മൾട്ടിപ്പിൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 4 ഡയറക്ഷൻ അല്ല, നമുക്ക് 8 ഡയറക്ഷൻ ഉണ്ട്. അതായത് നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ്, നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നോർത്ത് വെസ്റ്റ്, സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റിനിടയിലെ സൗത്ത് ഈസ്റ്റ്. ആദ്യം 30 മീറ്റർ നോർത്തിലേക്ക് നടന്നു എന്ന് പറയുന്നു. ശരി, സമ്മതിച്ചു, 30 മീറ്റർ നോർത്തിലേക്ക് നടന്നു. ആൻഡ് ദെൻ ടേൺസ് 45 ഡിഗ്രി ക്ലോക്ക് വൈസ്. നോർത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന ഒരാള് 45 ഡിഗ്രി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന ദിശ 45 ആണ്. അപ്പൊ നോർത്തിൽ 45, നോർത്തിൽ നിന്ന് 90 ആയിരുന്നെങ്കിൽ ഈസ്റ്റാ. അപ്പൊ ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90, അതിന്റെ പകുതിയാ. അപ്പൊ ഇതാണ് 45 ഡിഗ്രി കേട്ടോ, ഇത് 45, മൊത്തം 90. അപ്പൊ നോർത്തിന് 45 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ, ക്ലോക്ക് വൈസ് തിരിഞ്ഞു പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആണ് കേട്ടോ, നോർത്ത് ഈസ്റ്റ് ആണേ. 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആയി. അപ്പോൾ ഇവിടെ ആയിരുന്നു നിന്നത്, ഇവിടേക്ക് വന്നു. ആൻഡ് ദെൻ ടേൺസ് 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർദിശ. അവിടെ 135 പോണം. 135 എന്ന് പറയുമ്പോൾ ആദ്യം ഒരു 45 അങ്ങ് പിടിക്കുക. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആള് 45 വന്നാൽ ദാണ്ട് ഇവിടോട്ട് തന്നെ തിരിച്ചു വന്നു, നോർത്തിൽ തന്നെ വന്നു. നോർത്ത് ഈസ്റ്റിൽ നിൽക്കുന്നവൻ 45 തിരിഞ്ഞാലേ നോർത്തിൽ വന്നു. അപ്പൊ 45ന്റെ കൂടെ ഒരു 90 കൂടെ വേണം. 90 കൂടെ ആകുമ്പോൾ ഇവിടെ വരും. 45ഉം 90 കൂടെ ആകുമ്പോഴാണ് 135. ഇപ്പോൾ അയാള് വെസ്റ്റിലേക്ക് എത്തി. 45 പിന്നെ ഒരു 90 കൂടെ ആകുമ്പോൾ കറക്റ്റ് വെസ്റ്റ് ആയി. ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് ഹെഡ്, അതായത് മുമ്പോട്ടിങ്ങി നടന്നു. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ചൈൽഡ് നൗ വാക്കിംഗ്? വെസ്റ്റിലേക്കല്ലേ? വെസ്റ്റിലേക്കാണ് നടക്കുന്നത്. ഉത്തരം വെസ്റ്റ് എന്ന് എഴുതി അവസാനിപ്പിക്കണം. ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഏറ്റവും വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഡയറക്ഷനകത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 50 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്തു പഠിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഫൈൻഡ് ദ റോങ് ടൈം ഇൻ ദ സീരീസ് എന്നാണ് ചോദ്യം. റോങ് ടൈം ഏതാണ്? ഇതിനകത്ത് റോങ് ടൈം ഏതാണെന്നാണ് ചോദ്യം. 13 എന്നുള്ളത് 14 ആയിട്ട് മാറി, 14 41 ആയിട്ട് മാറി, 41 പിന്നെ അത് 31 ആയിട്ട് മാറി, 31 35 ആയിട്ട് മാറി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു
കൃത്യമായ ഒരു സംഖ്യകളുടെ കൂടി പോകുന്നതല്ല. ഈ ഒരു സീരീസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കാണുന്നവൻ ദാണ്ടേ ഈ 14-41 കാണുന്നവൻ അന്നേരം അടിക്കും. 14 തിരിച്ചിട്ടപ്പോഴാണ് 41 കിട്ടിയത്, അന്നേരം അവനങ്ങ് അടിക്കും. അത് ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. കണ്ടോ, 36 63 ആകുമ്പോ തിരിച്ചതാ. കണ്ടോ, അന്നേരം അടിക്കാൻ പറ്റും. 58 85 ആകണമെങ്കിൽ തിരിച്ചതാ. 80 08 ആകണമെങ്കിൽ തിരിച്ചതാ. അന്നേരം അടിക്കാൻ പറ്റും ഒരുത്തിന്. ഇനി നോക്ക്, 13 14 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 1 കൂട്ടണം, എന്നിട്ട് തിരിക്കണം. സെറ്റാണോ? തിരിച്ചു കിട്ടുന്നതിന്റെ കൂടെ 41 31 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എടാ കുഞ്ഞുങ്ങളെ 10 കുറയ്ക്കണം. 41 10 കുറയ്ക്കുമ്പോഴാണ് 31 കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. അവിടെ അടുത്തത് 31 35 ആകണമെങ്കിൽ 4 കൂട്ടണം. എന്നിട്ട് ഈ 35 എന്നുള്ളത് 36 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ പോരെ. ഇതൊക്കെ സാധാരണ പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നവന് ഇത്തരം സാധനങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് കിട്ടും, ഷുവറാണ്. അപ്പോൾ 1 കൂട്ടി തിരിച്ചു, 10 കുറച്ചു, 4 കൂട്ടി, 1 കൂട്ടി. കണ്ടോ, 1 കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചോണം. തിരിച്ചു, കറക്റ്റാ. എന്നിട്ട് 10 കുറയ്ക്കണം. ദാണ്ടേ 63 10 കുറച്ചു, കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ 4 കൂട്ടി, സെറ്റാണ്. കണ്ടോ, 10 കുറച്ചു, 4 കൂട്ടി, പിന്നെ 1 കൂട്ടി, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ തിരിച്ചു നമ്പർ തിരിച്ചു. എന്നിട്ട് ദാണ്ടേ 85 72 ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. നടക്കത്തില്ല, പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? എടാ മക്കളെ, തിരിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റ്സ് തിരിച്ചു കഴിഞ്ഞാല് പിന്നെ 10 കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്. കണ്ടോ, ഡിജിറ്റ്സ് തിരിച്ചു കഴിഞ്ഞാൽ 10 കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഡിജിറ്റ്സ് തിരിച്ചു കഴിഞ്ഞാല് 10 കുറയ്ക്കണം. 85 10 കുറച്ചാല് ഇവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാല് 75 അല്ലേ? എങ്കിലേ ശരിയാവത്തുള്ളൂ. ഡിജിറ്റ്സ് തിരിച്ചാൽ പിന്നെ 10 കുറയ്ക്കണം. അപ്പൊ 75 55 എന്നുള്ളത് 75 ആയിട്ട് മാറണം. എന്നിട്ടാണ് 4 കൂട്ടുന്നത്. അപ്പൊ 75ന്റെ കൂടെ 4 കൂട്ടി 79, 1 കൂട്ടി, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 72 എന്ന് പറയുന്ന സംഖ്യയാണ് അവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നമ്മുടെ കഴിഞ്ഞ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ റോങ് ടൈം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സോ ഒരുപാട് ചോദ്യങ്ങൾ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയിലെ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്, റോങ് ടൈമുകൾ സ്ഥിരമായിട്ട് ചോദിച്ചു മാറിയതെല്ലാം ചെയ്തു പഠിക്കുന്നവന് മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. അടുത്തത്, റാണി ഒരു വരിയിലെ, അതായത് 49 കുട്ടികളുള്ള ഒരു വരിയിലെ അവളുടെ റാങ്ക് 18. അപ്പൊ റാണി താണ്ടിതാണ്. റാണിയുടെ റാങ്ക് 18 എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റാണിയുടെ മുമ്പിലെ 17 കുട്ടികളില്ലേ? ഉണ്ടല്ലോ. റാണി 18 എന്ന് പറഞ്ഞാല് റാണിയുടെ മുമ്പില് 17 കുട്ടികൾ ഉണ്ടെന്നല്ലേ അർത്ഥം. റാണി 18 പറയുമ്പോൾ റാണിയുടെ മുമ്പിൽ 17 കുട്ടികളുണ്ട്. മൊത്തം 49 കുട്ടികളാണ്. ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തത് റാണിയും അവളുടെ മുമ്പിലുള്ള 17 കൂടെ ആവുമ്പോൾ 18 പേരെ അറേഞ്ച് ചെയ്തു. 49 18 കുറച്ചാൽ 9 8 കുറച്ചാൽ 1 വരും. 4 1 കുറച്ചാൽ 3 വരും. ബാക്കി ഇനി എത്ര പേരുണ്ട്? ബാക്കി ഇനി 31 പേരുണ്ട്. ആ 31 പേര് റാണിയുടെ താഴെ ആയിരിക്കും. അപ്പോൾ റാണിയുടെ താഴെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം 31 എന്ന് എഴുതി അവസാനിപ്പിക്കണം. പക്ഷെ ചോദ്യം അതല്ല. വാട്ട് ഈസ് ഹെർ റാങ്ക് ഫ്രം ദ ലാസ്റ്റ്? താഴെ നിന്ന് അവൾ എത്രാമത് എന്നാണ് ചോദ്യം. അവൾക്ക് താഴെ 31 പേരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 31 പേരും കഴിഞ്ഞിട്ട് 32ാമതാണ് ആരിയിരിക്കുന്നത്? റാണി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 32ാമതാണ് ഉത്തരം 32. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇത് നമ്മുടെ റാങ്കിങ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ റാങ്കിങ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വരാൻ പോകുന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയുടെ പുതിയ പാറ്റേണിലെ
വരാൻ പോകുന്ന മാത്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സോ ഈ ഒരു 10 ചോദ്യത്തിലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ആ ഒരു ചോദ്യങ്ങളുടെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ആ ഒരു നിലവാരത്തിലുള്ള 10 ചോദ്യങ്ങളാണ് വരുന്ന പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം കണ്ടെത്തി പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പുതിയ ബാച്ച് നമ്മുടെ വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 45 ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തി അതിനകത്ത് കൂടുതൽ ചോദ്യങ്ങളെ പരിശീലിപ്പിച്ച് മുൻ വർഷ ചോദ്യങ്ങളെ എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി വരാൻ പോകുന്ന ആ ഒരു പാറ്റേണിലുള്ള കുറെ അധികം ചോദ്യങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ ടോപ്പിക് എക്സാമുകളും വീക്ക്ലി എക്സാമുകളും അതേപോലെ PDF നോട്ട്സുകളും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ പാക്ക് 45 ദിവസം കൊണ്ട് ഭംഗിയായിട്ട് ഈ പറയുന്ന രീതിയിൽ എല്ലാവിധ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റിസൾട്ട് ഓറിയന്റഡ് ബാച്ചാണ്. പരമാവധി ഉദ്യോഗാർത്ഥികൾ 2025 നടക്കാൻ പോകുന്ന രണ്ടാമത്തെ ഈ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ CSEB പരീക്ഷയ്ക്ക് CCയുടെ തണലിൽ നിന്നുകൊണ്ട് സർവീസിലെത്തി എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം ഉണ്ടാവും. സോ ആ രീതിയിൽ പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ്. എല്ലാവർക്കും അഡ്മിഷൻ എടുത്തുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷ ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. അപ്പോൾ അടുത്തൊരു സെഷനിൽ ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഓരോ ദിവസങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകണം. ഓരോ പരാജയങ്ങളും വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ട് അംഗീകരിച്ചുകൊണ്ട് 2025 എന്ന് പറയുന്ന വർഷത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായി മാറുവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം. സോ ഈ ഒരു പരീക്ഷയോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷനും അവസാനിക്കുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.